അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഷവർമയുടെ അതേ ടേസ്റ്റിലുള്ളൊരു മക്രോണിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊരു മക്രോണിയുടെ റെസിപ്പി അപ്ലോഡ് ആക്കിയിനി, ചിക്കൻ മക്രോണിയുടെ റെസിപ്പി. അപ്പോൾ അതിലേറെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മക്രോണിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മക്രോണി വേവിക്കാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മക്രോണിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കുക കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പല ഷേപ്പിലും മക്രോണി ഉണ്ടാവുമല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഈ ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് വേകുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടയണ്ട കേട്ടോ. ഒരു 3/4 വേവോളമൊക്കെ ആകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ആക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വേവ് എത്രത്തോളം നമുക്ക് വേണമെന്ന്. നന്നായിട്ട് വെന്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കുന്ന സമയത്ത് വെന്ത് ഉടഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രത്തോളം വെന്താൽ പിന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് മിക്സാക്കാൻ പറ്റുന്ന ഒരു ബൗളിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുക്കുംബർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം ലൂസിൽ വേണ്ടത് ഉണ്ടാക്കാനായിട്ട്, എന്നാലേ ആ മയോണൈസൊക്കെ ആ മക്രോണിയിൽ ശരിക്കും ആവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണല്ലോ കറക്റ്റ് നമുക്ക് ആ ഷവർമയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ പീസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് കൈവച്ചിട്ട് ഇതുപോലെ പിച്ചിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണം ഇത് പിച്ചിയെടുക്കാനായിട്ട്. എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ. ആ മയോണൈസും അതേപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടി എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് വേണം മിക്സ് ആക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അത്രക്കും ടേസ്റ്റാണ് ഇതിന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കൻ മക്രോണിൻ്റെ റെസിപ്പി, അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർ അതിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.